എന്തായാലും വീണ്ടും പറയാനുള്ളത് ദയവ് ഇത് ഷിജിനെ കോൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ വർക്ക്ഷോപ്പ് വന്നു കഴിഞ്ഞാൽ പണികൾ ആവശ്യം പോലെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം എന്തായാലും വർക്ക്ഷോപ്പിന്റെ ഒരു ടൂർ ചെയ്യാൻ കേട്ടോ. അത് കാണുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഇതൊരു റീസ്റ്റോർ ആക്ച്വലി ഒരെണ്ണം അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വണ്ടികളുണ്ട്. വർക്കേഴ്സ് എന്ന് പറയുന്നത് 2 പേരാണ് എക്സ്ട്രാ ഉള്ളത്. പക്ഷെ ഇനി നോക്കുന്നുണ്ടോ? സ്റ്റാഫിന് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞോളൂ. നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി 3 എന്നോട് ചേർത്ത് നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ വർക്ക് നീങ്ങുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ വർക്ക് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എനിക്ക് ഒരുപാട് വർക്ക് എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് മെയിനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ ആവുന്ന കാര്യം അതുകൊണ്ടാണ്. കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും ഏറ്റിട്ട് സമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതെ നിൽക്കുന്നതും മെസ്സേജ് ഇപ്പോൾ റിപ്ലൈ തരായിരുന്നതും. അപ്പോൾ മെയിൻലി എൻഫീൽഡിൻ്റെ വർക്ക് അറിയാവുന്ന ടെക്നീഷ്യന്മാരെ ഞാൻ നോക്കുന്നുണ്ട്, പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും. അതല്ല ഇപ്പോൾ വർക്ക് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യന്മാരാണെങ്കിലും ഒരു 60% വർക്ക് അറിയാവുന്ന പയ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും മതി. അല്ലാതെ പണി പഠിക്കാനായിട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വർക്ക് ഉണ്ടാകാനായിട്ട് നടക്കത്തില്ല. അല്ലാതെ ഉള്ള രീതിയിൽ പണി അറിയാവുന്നവരെ എന്നെ കോൺടാക്ട് ചെയ്യുക. മെയിനായിട്ട് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക, അതായിരിക്കും നല്ലത്. അതെ, ഏറ്റവും നല്ലതാണ്. പിന്നെ അല്ല, വർക്കിന് ഒരു കാര്യം ചെയ്യൂ, പണിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്കും കൂടെ മെസ്സേജ് ഇട്ടുള്ളൂ. ഞാൻ ദീപകണ്ണ മെസ്സേജ് അയച്ചാലും മതി. വർക്കുണ്ട്, നിങ്ങൾക്ക് വർക്കുണ്ട്, വരാം, ധൈര്യമായിട്ട് വരാം. കൃത്യമായിട്ട് സാലറിയും തരും, നല്ല സാലറിയും തരുന്നതാണ്. അത് എൻ്റെ കൂടെ നിൽക്കുന്നത് ചോദിച്ചാൽ അറിയാം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കിനെ നോക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ വിളിക്കാം. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താൻ മറക്കണ്ട. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.